അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലെ ആദർശ രംഗത്ത് തർക്കങ്ങൾ കാണുമ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ തർക്കിക്കുന്നത്? എല്ലാവരും മുസ്ലിമീങ്ങളല്ലേ എന്നൊക്കെ. കൂട്ടത്തിൽ ചോദിക്കുന്നതാണ്, ഞാൻ സുന്നി എന്നാണോ പറയേണ്ടത് അതോ മുസ്ലിമാണ് എന്നാണോ പറയേണ്ടത് എന്നും ചോദിക്കാറുണ്ട്. അത്തരക്കാരോട് പറയാനുള്ളത്, ഇന്ന് ഇസ്ലാമിൻ്റെ ആദർശ രംഗത്ത് തർക്കങ്ങൾ കാണുമ്പോൾ ഇത്തരം തർക്കങ്ങൾ ഉടലെടുക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ യഅ്ശ മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറൻ. എനിക്ക് ശേഷം ജീവിക്കുന്നവർ ധാരാളം ഇഖ്തിലാഫുകൾ, ഭിന്നാഭിപ്രായങ്ങൾ കാണും. ആ സമയത്ത് ഫഅലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ മഹ്ദിയീൻ, എൻ്റെ ചര്യയും ഖുലഫാ റാഷിദുകളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണമെന്നാണ് നബിതങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ തർക്കം കാണുമ്പോൾ വിശ്വാസികളുടെ ഈമാനിനെ മാറ്റ് കൂടുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആ തർക്കത്തെ ചോദ്യം ചെയ്യുകയോ അതിനെ പരിഹസിക്കുകയോ അല്ല വേണ്ടത്. കാരണം ഇങ്ങനെ തർക്കം ഉടലെടുക്കുമെന്ന് പുണ്യപ്രവാചകർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അധ്യാപനത്തിൻ്റെ പുലർച്ചയാണ്, ആ അധ്യാപനം പുലർന്നതാണ് നാം കാണുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ സുന്നിയാണ് എന്നാണോ പറയേണ്ടത് മുസ്ലിമാണ് എന്നാണോ പറയേണ്ടത് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത് എന്നൊക്കെയാണ് ചില ആളുകൾ ചോദിക്കുന്നത്. അവരോട് പറയാനുള്ളത്, അഭിമാനത്തോടെ നാം പറയണം ഞാൻ സുന്നിയാണ് എന്ന്. അതിൻ്റെ അർത്ഥം മുസ്ലിം അല്ല എന്നല്ല. കാരണം എൻ്റെ സമുദായം 73 വിഭാഗമായി പിരിയുമെന്നും 72 വിഭാഗവും നരകത്തിലാണ് എന്നും ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ എന്നും നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിൽ പോകുന്ന വിഭാഗം ഏതാണ് എന്ന് നബിതങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് തന്നെ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചുരുക്ക പ്രയോഗമാണ് സുന്നി എന്നത്. തംബീഹുൽ ഗാഫിലീൻ്റെ 341 പേജിലായി നമുക്ക് ഈ ഹദീസ് വായിക്കാൻ കഴിയും. അപ്പോൾ സുന്നികളായ, അതായത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് സ്വർഗത്തിൽ പോകുന്ന പാർട്ടിയാണ് എന്ന് നബിതങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകിയപ്പോൾ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മെ ഉപദേശിക്കുമ്പോൾ ആ മുസ്ലിം എന്നതിലെ ഉദ്ദേശം നബിതങ്ങൾ പറഞ്ഞ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് തന്നെയാണ്. അതുകൊണ്ട് നാം അഭിമാനത്തോടെ പറയണം ഞാൻ സുന്നിയാണ് എന്ന്. അല്ലാഹു ഖൈറിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.